സീലിംഗിലെ കൊത്തുപണികൾ നോക്കിയ വ്യത്യസ്തമായ പാറ്റേണുകൾ കൊത്തിയിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ നന്ദി മണ്ഡപമുണ്ട്. ഇതാണ് നന്ദി ശില്പം. ഇത് കരിങ്കല്ലിൽ നിർമ്മിച്ച കോണി. ട്രാവൽ ടാഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഐഹോളയിലേക്കാണ്. ക്രാഡിൽ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചർ എന്നാണ് ഐഹോള അറിയപ്പെടുന്നത്. വിദേശത്തും ഇന്ത്യയിൽ നിന്നുമായി ധാരാളം ശില്പികളും വിദ്യാർത്ഥികളും വന്ന് പരീക്ഷണം നടത്തിയതിൻ്റെ ശേഷിപ്പുകളാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ആ കാഴ്ചകൾ കാണാം. ബദാമിയിലെയും പട്ടണക്കിലെയും അത്ഭുത സൃഷ്ടികൾ കണ്ട് കുറച്ച് വിസ്മയത്തോടെയായിരുന്നു ഐഹോളയിലെത്തിയത്. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ പോകുന്ന ഒരു കുന്നിൻ്റെ മുകളിലുള്ള പാറ തുരന്നുണ്ടാക്കിയ ഒരു ജൈന ക്ഷേത്രത്തിലേക്കാണ്. ഇത് മീനബസതി മഹാവീരന് സമർപ്പിച്ചിട്ടുള്ള ഒരു ജൈന ക്ഷേത്രമാണ്. സീലിംഗിലെ കൊത്തുപണികൾ നോക്കിയ വ്യത്യസ്തമായ പാറ്റേണുകൾ കൊത്തിയിരിക്കുന്നു. ഇത് നാഗരാജാവ്. ഇത് സീലിംഗിൻ്റെ മറ്റൊരു ഭാഗം. ഇവിടുത്തെ കാഴ്ചകൾ ഏതാണ്ട് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ഷേത്രങ്ങൾ സന്ദർശിക്കാം. പട്ടണക്കിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയാണ് ഐഹോള. ശ്രേഷ്ഠ നഗരം എന്നർത്ഥം വരുന്ന ആര്യപുര എന്നാണ് ഐഹോളയുടെ ആദ്യ പേര്. പരശുരാമനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഐഹോള എന്ന പേര്. മാലാപ്രഭ നദിയുടെ തീരത്താണ് ഐഹോള. ക്ഷത്രിയ നിഗ്രഹം നടത്തിയ പരശുരാമൻ തൻ്റെ മഴും മാലാപ്രഭ നദിയിൽ കഴുകി. അപ്പോൾ രക്തവർണ്ണം പൂണ്ട നദിയിലെ ജലം കണ്ട് പേടിച്ച ഗ്രാമവാസികൾ ആഹോൾ ആഹോൾ എന്ന് നിലവിളിച്ചു. കന്നഡ ഭാഷയിൽ ആഹോൾ എന്നാൽ അയ്യോ ചോര എന്നാണ് അർത്ഥം. ചോരപ്പുഴ ഒഴുകിയ സ്ഥലം ആഹോളായി, പിന്നീട് ഐഹോൾ ആയി. ഇന്ത്യൻ ക്ഷേത്രകലയുടെ പാഠശാലയായിരുന്നു ഇവിടെ. 125ഓളം വ്യത്യസ്ത രീതിയിലുള്ള ക്ഷേത്രങ്ങൾ ഇവിടെ നിർമ്മിച്ചു. എല്ലാം ക്ഷേത്രകലയുടെ പുത്തൻ പരീക്ഷണങ്ങൾ. ഭാരതത്തിലെ ഏറ്റവും പഴയ ക്ഷേത്ര നഗരം എന്ന നിലയിൽ ഐഹോള യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് ഉയർന്നു. ആദ്യം നമ്മൾ പോകുന്നത് ദുർഗാക്ഷേത്രത്തിലേക്കാണ്. 8ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്ന അപൂർവമായ ഗജപൃഷ്ഠാകൃതിയോട് കൂടിയ ദുർഗാക്ഷേത്രത്തിന് 60 അടി നീളവും 36 അടി വീതിയുമുണ്ട്. ദുർഗാക്ഷേത്രത്തിന് ദുർഗാദേവിയുമായി ബന്ധമൊന്നുമില്ല. സൂര്യനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ദുർഗം എന്ന സംസ്കൃത പേരിൽ നിന്നത്രേ ദുർഗാക്ഷേത്രം എന്നാണ് ഉണ്ടായത്. പടികേറി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 8 ചതുര തൂണുകളുണ്ട്. എല്ലാത്തിലും ഭംഗിയേറിയ കൊത്തുപണികൾ കാണാം. ശ്രീകോവിലിന് ചുറ്റുമുള്ള ഇടനാഴിയിലേക്ക് കടന്നു. ചുമരുകളിലെല്ലാം ധാരാളമായ സൂക്ഷ്മമായ കൊത്തുപണികൾ. ഓരോ ജനലയും വ്യത്യസ്ത ഡിസൈൻ.
ഇത് ഭൂമിദേവിയെ രക്ഷിക്കുന്ന ഭൂവരാഹം. ഇത് മഹിഷാസുരമർദിനി. ഇവിടെ ഗരുഡനെ വളരെ ഭംഗിയായി കൊത്തിവെച്ചിരിക്കുന്നു. സൂര്യദേവനെ പ്രതിഷ്ഠിച്ചായിരുന്നു ഈ ക്ഷേത്രം. എന്നാൽ ഇപ്പോൾ ഇവിടെ പ്രതിഷ്ഠകളൊന്നും തന്നെയില്ല. ഇത് നാഗരാജാവ്. സീലിംഗിലും കാണാം സൂക്ഷ്മമായ കൊത്തുപണികൾ. ഉയർന്ന പീഠത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് മുകളിൽ ഗോപുരമുണ്ടായിരുന്നെന്നും പിൽക്കാലത്ത് പൊളിച്ചു മാറ്റിയെന്നും കരുതപ്പെടുന്നു. ഇത് ഗൗഡരഗുഡി ക്ഷേത്രം. ഇത് ലഡ്കാൻ ക്ഷേത്രം. സൂര്യദേവൻ, വരാഹം, ഗംഗ, യമുന തുടങ്ങിയ രൂപങ്ങൾ കാണാം. തൊട്ടടുത്ത് തന്നെ നന്ദി മണ്ഡപമുണ്ട്. ഇതാണ് നന്ദി ശില്പം. ഇത് ചാലൂക്യരുടെ രാജമുദ്ര. ഇത് കരിങ്കല്ലിൽ നിർമ്മിച്ച കോണി. ചാലൂക്യരുടെ പതനത്തിന് ശേഷം അധികാരത്തിൽ വന്ന ബീജാപ്പൂർ സുൽത്താന്മാരുടെ ഒരു സൈന്യ മേധാവി ഇവിടെ താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ലഡ്കാൻ എന്നായിരുന്നു. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് ഈ പേര് വന്നത്. തൂണുകളിലെല്ലാം സൂക്ഷ്മമായ കൊത്തുപണികൾ, വ്യത്യസ്തമായ ജനലുകൾ. തൊട്ടടുത്ത് തന്നെ ക്ഷേത്രകുളവും കാണാം. ഈ ക്ഷേത്രങ്ങൾ കൂടാതെ സൂര്യനാരായണഗുഡി, ചക്രഗുഡി തുടങ്ങിയ ക്ഷേത്രങ്ങളും ഈ കോംപ്ലക്സിൽ ഉണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു ക്ഷേത്രങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ കാണാം.